ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി കൈനറ്റിക് തിയറി എന്നുള്ള 12ാമത്തെ ചാപ്റ്റർ, നമുക്ക് പഠിക്കാനുള്ള 14 ചാപ്റ്ററുകളിൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. വെയിറ്റേജും കുറവാണ്, 2-3 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസേ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഓക്കെ, ആ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും, ചെറിയ ചാപ്റ്റർ ആണെങ്കിലും കുറഞ്ഞ വെയിറ്റേജ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്ന് വേഗത്തിൽ പഠിച്ചെടുക്കാൻ നോക്കണം. കൈനറ്റിക് തിയറി എന്നുള്ളത് ഗ്യാസുകളുടെ പ്രോപ്പർട്ടീസ് പറയുന്ന ഒരു തിയറിയാണ്. ആ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. നിങ്ങൾക്കറിയാം, ഗ്യാസുകളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ലേ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഇതെല്ലാം. ഈ നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റ്ലി പാലിക്കുന്നവരെയാണ് പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതിൻ്റെ 3 വ്യത്യസ്ത ഫോമുകൾ പരിചയപ്പെടുത്തുന്നത്. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി, ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. അടുത്തത് പി വി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു കെ ബി ഇൻറ്റു ടി, പി ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു കെ ബി ഇൻറ്റു ടി. ഈ 3 ഫോമുകളൊന്ന് പരിചയപ്പെടുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഏത് ഫോം എഴുതിയാലും മാർക്ക് സ്കോർ ചെയ്യാം. ഈ 3 ഫോമിൽ എഴുതിയ ഇക്വേഷനുകളിൽ കൊടുത്തിട്ടുള്ള ലെറ്ററുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പി പ്രഷർ, വി വോള്യം, ടി ടെമ്പറേച്ചർ. അത് നമുക്കറിയാവുന്ന കാര്യം. മ്യൂ എന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. കെമിസ്ട്രിയിൽ എന്നൊക്കെ എഴുതും, ഫിസിക്സിൽ മ്യൂ എന്ന് എഴുതും. ക്യാപിറ്റൽ ആർ എന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പറ്റുകയാണെങ്കിൽ ബൈ ഹാർട്ട് ആക്കുക, അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും, പ്രോബ്ലം തരും. അപ്പോൾ 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിനാണ് ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. ക്യാപിറ്റൽ എൻ എന്ന് കാണുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. കെ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഈ ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പറാണ്. R/N ആണ് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ്. ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റിൻ്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻³ ജൂൾ പെർ കെൽവിൻ. അതും ബൈ ഹാർട്ട് ആക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, ക്വസ്റ്റ്യനിൽ തരാറാണ് പതിവ്. സ്മോൾ ലെറ്റർ എൻ എന്നത് നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ് എന്ന് പറയും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോള്യം, അതാണ് നമ്പർ ഡെൻസിറ്റി സ്മോൾ ലെറ്റർ എൻ. സോ ഈ 3 ഫോമും ഒന്ന് ബൈ ഹാർട്ട് ആക്കുക. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി, പി വി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു കെ ബി ഇൻറ്റു ടി, പി ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു കെ ബി ഇൻറ്റു ടി. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, കൈനറ്റിക് തിയറി പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, ഗ്യാസ് മോളിക്യൂളുകളുടെ ബിഹേവിയർ പറയുന്ന, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ സ്വഭാവം പറയുന്ന കൈനറ്റിക് തിയറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ്. ഞാൻ 6 പോസ്റ്റുലേറ്റ്സ് എഴുതി കാണിച്ചിട്ടുണ്ട്. 4 വരെയൊക്കെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എനി 2, എനി 3, എനി 4 ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. നമുക്കെല്ലാം പഠിക്കാം. ഓക്കെ, നോക്കണം. 1ാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താ? ഈ പോസ്റ്റുലേറ്റ്സ് എല്ലാം ഇതുപോലെ ബൈ ഹാർട്ടാക്കുക. ഒരു ഗ്യാസ് എടുത്താൽ അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് കാണും. ആ പാർട്ടിക്കിളുകളെ ആറ്റംസ്, മോളിക്യൂൾസ് എന്നൊക്കെ പറയാം. ഏതൊരു ഗ്യാസ് എടുത്താലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ധാരാളം പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒന്നും റെസ്റ്റിലല്ല, അവരൊക്കെ റാൻഡം മോഷനിലാണ്, ഒരു ഓർഡർ ഇല്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോഷൻ ഇടയ്ക്ക് അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും, കണ്ടെയ്നറിൻ്റെ വാളിലും പോയി കൊളൈഡ് ചെയ്യും. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. ഡ്യൂറിംഗ് ദി മോഷൻ ദേ വിൽ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ആൾസോ കൊളൈഡ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ കൊളീഷനുകളെല്ലാം നമ്മൾ വർക്ക് എനർജി പവറിൽ പഠിച്ചതുപോലെ ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ഓർക്കുന്നുണ്ടോ? മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിട്ടുള്ള കൊളീഷൻ. അതേപോലെ സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി ടോട്ടൽ വോള്യൂം. ഗ്യാസിൻ്റെ ടോട്ടൽ വോള്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ഓരോ മോളിക്യൂളിൻ്റെയും സൈസ് വളരെ നെഗ്ലിജിബിളാണ്, വളരെ ചെറുതാണ്. ഇൻ്റർ മോളിക്യുലർ അട്രാക്ഷൻ ഈസ് ആൾസോ നെഗ്ലിജിബിൾ. ഗ്യാസ് മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനും നെഗ്ലിജിബിളാണ്. അവസാനം, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. സോ ഈ 6 പോസ്റ്റുലേറ്റ്സും നമുക്ക് പഠിച്ചേക്കാം. ഓക്കെ, അതിൽ നിന്ന് 2 3 4 എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതും എഴുതാൻ സാധിക്കും. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സിന് ശേഷം നമ്മൾ നോക്കേണ്ടത്, ഈ പോസ്റ്റുലേറ്റ്സ് എല്ലാം ഐഡിയൽ ഗ്യാസുകൾക്ക് ബാധകമാകുന്ന പോസ്റ്റുലേറ്റ്സ് ആണ്. നോക്കണം, ഐഡിയൽ ഗ്യാസ് എന്നത് യഥാർത്ഥത്തിൽ ഒരു കോൺസെപ്റ്റ് മാത്രമാണ്, അങ്ങനെ ഒന്നില്ല. ഓക്കെ, ഒരു ഗ്യാസും ട്രൂലി ഐഡിയൽ അല്ല. അപ്പോൾ നമ്മൾ റിയൽ ഗ്യാസുകൾ എന്നാണ് ഗ്യാസുകളെ പൊതുവെ പറയേണ്ടത്. റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസിൻ്റെ സ്വഭാവം കാണിക്കുന്നത് എപ്പോഴാണ്? ഇത് എക്സാമിന് ധാരാളം തവണ 1 മാർക്കിൻ്റെ ചോദ്യം വന്നു. റിയൽ ഗ്യാസസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഈ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എല്ലാം ഗ്യാസുകൾ അംഗീകരിക്കുക. അപ്പോൾ അതൊരു ഐഡിയൽ ഗ്യാസായി മാറും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഈ ചാപ്റ്ററിലെ 2 പ്രധാനപ്പെട്ട ഡെറിവേഷനുകളാണുള്ളത്. അതിലൊന്ന് പ്രഷർ എക്സെപ്റ്റഡ് ബൈ ഗ്യാസ്. 3 മാർക്കിനാണ് ഈ ഡെറിവേഷൻ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഒരുപാട് തവണയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ചോദിച്ചപ്പോഴെല്ലാം 3 മാർക്കിനായിരുന്നു ഈ ഡെറിവേഷൻ. ഓക്കെ, നമുക്കതൊന്ന് സിമ്പിളായി പഠിച്ചാലോ. ഗ്യാസ് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറിൻ്റെ ഫോർമുല ആദ്യം ബൈ ഹാർട്ടാക്ക്. 1/3 mn⁵. എം എന്നത് മാസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. സ്മോൾ ലെറ്റർ എൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്പർ ഡെൻസിറ്റി. വി എന്നത് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഫോർമുല പറ 1/3 mn⁵. ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് വരാം. ആദ്യം നിങ്ങൾ ഒരു ക്യൂബ് വരയ്ക്കും. ക്യൂബിൻ്റെ സൈഡ് 1 മീറ്റർ.
1 മീറ്റർ സൈഡുള്ള ക്യൂബിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അതിനകത്ത് ഒരു മോളിക്യൂൾ മാത്രം എടുത്തു, സ്മോൾ ലെറ്റർ എം ആണ് മാസ്. അത് ഈ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായി കരുതുക. സത്യത്തിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക എന്നല്ല, മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആണ് വരച്ചത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വി എക്സ് വെലോസിറ്റി, അത് ഈ കണ്ടെയ്നറിൻ്റെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന വാളിൽ പോയി ഇടിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി മൈനസ് വി എക്സ്, മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇത്രയുള്ളൂ ഡയഗ്രാം. ദിസ് ഇസ് എ ക്യൂബിക്കൽ വെസൽ ഓഫ് സൈഡ് 1 മീറ്റർ. ഓക്കെ, ഇനി നമ്മൾ പ്രഷറിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോകുന്നു. നോക്കണം, ഈ ഭാഗത്ത് എഴുതിയ സ്റ്റെപ്സാണ് ഡെറിവേഷൻ്റെ പ്രധാന ഭാഗം. ഇവിടെ എഴുതുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് റൈറ്റ് സൈഡിൽ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ, അതാണ് എഫ് ബൈ എ ഫസ്റ്റ് സ്റ്റെപ്പ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ ഫോഴ്സ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ബൈ ഏരിയ. നോക്കട്ടെ, ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത വാളിൻ്റെ ഏരിയയാണ്. ഈ വാൾ ഇതൊരു സ്ക്വയർ അല്ലേ വരിക. ഓക്കെ, ഇതൊരു ക്യൂബാണ്. ക്യൂബിൻ്റെ എല്ലാ ഫേസുകളും സ്ക്വയർ ആയിരിക്കും. സ്ക്വയറിൻ്റെ ഏരിയ 1 × 1. 1 ആണ് ഈ ക്യൂബിൻ്റെ സൈഡ്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത വാളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 × 1 1. അപ്പോൾ ഏരിയ 1 ആണ്. ഇനി ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി നോക്കിയാൽ മതി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റം കാണാനുള്ള ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഈ മോളിക്യൂൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള മൊമെൻറ്റം എം ഇൻറ്റു വി എക്സ്, ഇങ്ങോട്ട് വരുമ്പോഴുള്ള മൊമെൻറ്റം കൊളീഷന് ശേഷം അപ്പോൾ എം ഇൻറ്റു മൈനസ് വി എക്സ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടുള്ള മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻറ്റം എം വി എക്സ്, ഇങ്ങോട്ടുള്ള മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം മൈനസ് എം വി എക്സ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണുമ്പോൾ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, അങ്ങനെ വരുമ്പോൾ ഫൈനൽ മൊമെൻറ്റം മൈനസ് എം വി എക്സ്, ഇനീഷ്യൽ മൊമെൻറ്റം എം വി എക്സ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ മൈനസ് 2 എം വി എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ പി എന്നുള്ളിടത്ത് മൈനസ് 2 എം വി എക്സ്, ഞാൻ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് മാത്രം 2 എം വി എക്സ് എന്ന് എഴുതി. ടൈം എങ്ങനെ കാണും? ഇവിടെ ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം നിലനിൽക്കുന്ന ടൈം എന്ന് പറയുന്നത്, നോക്കണേ, ഈ കണ്ടെയ്നറിൻ്റെ വാളിൽ മോളിക്യൂൾ വന്നിടിച്ചു. ഇതാവട്ടെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ വാൾ. ഇവിടെ മോളിക്യൂൾ ഒരു തവണ വന്നിടിച്ചാൽ നേരെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട് പോയിട്ടാണ് ആ വാളിൽ രണ്ടാമത് ഇടിക്കുക. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത വാളിൽ ഒരു തവണ ഇടിച്ച് പിറകോട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി രണ്ടാമത് ഇടിക്കും. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത വാളിൽ 2 തവണ ഇടിക്കാൻ എത്ര സമയം എടുക്കും? 2 തവണ ഇടിക്കുന്ന ആ കൊളീഷനുകൾക്കിടക്കുള്ള സമയം, ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. എങ്ങനെ ടൈം കാണുക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഈ വാളിൽ ഒന്നിടിച്ച് ഇങ്ങോട്ട് 1 മീറ്റർ വരും, പിന്നെ തിരിച്ച് അങ്ങോട്ട് 1 മീറ്റർ, 1 1 2. ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 ആണ്. പിന്നെ സ്പീഡ് എന്നുള്ളിടത്ത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡായി വി എക്സ് എന്ന് എഴുതുക. സോ ഡെൽറ്റ ടി 2 ബൈ വി എക്സ്, ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. സോ ഡെൽറ്റ പി എന്നുള്ളിടത്ത് 2 എം വി എക്സ്, ഡെൽറ്റ ടി 2 ബൈ വി എക്സ്. നോക്കണം, ഇതൊക്കെ ഒരു മോളിക്യൂൾ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ, അല്ലെങ്കിൽ ഫോഴ്സ് അല്ലേ. പക്ഷെ അങ്ങനെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? n മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കാണുമ്പോൾ ഇൻറ്റു n കൂടി ചെയ്യണം. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പാണ് വളരെ പ്രധാനം. ഡെൽറ്റ പി എന്നുള്ളത് 2 എം വി എക്സ്, ഡെൽറ്റ ടി എന്നുള്ളത് 2 ബൈ വി എക്സ് ഇൻറ്റു എൻ എന്നുകൂടി ചെയ്യുക. അപ്പോൾ 2 കട്ട് ചെയ്ത് പോകും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി എക്സ് മേലോട്ട് വരും. സോ എം വി എക്സ് ഇൻറ്റു വി എക്സ് ഇൻറ്റു എൻ, അപ്പോൾ എം എൻ വി എക്സ് സ്ക്വയർ എന്ന് വരും. വി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ 3 ആണ്. കാരണം വെലോസിറ്റിയുടെ 3 കമ്പോണൻസ് വി എക്സ്, വി വൈ, വി സെഡ്, അതിലൊന്നല്ലേ വി എക്സ്. സോ വി എക്സ് സ്ക്വയറിനെ വി സ്ക്വയർ ബൈ 3 എന്നാക്കിയാൽ ഡെറിവേഷൻ തീർന്നു. 3 മാർക്ക്, 1/3 mn വി സ്ക്വയർ. ഈ സ്റ്റെപ്സ് മക്കൾ പഠിക്കുക. ഈ സ്റ്റെപ്സിൽ എഴുതേണ്ട കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ ഇതുകൂടി നോക്കി വെക്കുക. ഓക്കെ, സോ 3 മാർക്കിൻ്റെ ഡെറിവേഷൻ സെറ്റായി കഴിഞ്ഞെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന അടുത്ത ഡെറിവേഷനിലേക്ക് കിടക്കണം. കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. എങ്ങനെ കൈനറ്റിക് എനർജി കാണും? പ്രഷറിൻ്റെ ഫോർമുല 1/3 mn വി സ്ക്വയർ അല്ലേ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ 3 ഫോം പഠിപ്പിച്ചതിൽ മൂന്നാമത്തെ ഫോം അല്ലടാ ഇത്, പി ഈസ് ഈക്വൽ ടു എൻ കെ ബി ടി. സോ പ്രഷറിന് പകരം എൻ കെ ബി ടി എന്ന് എഴുതിയാൽ സ്മോൾ എൻ 2 ഭാഗത്തും കട്ട് ചെയ്തു. ഈ ഡിനോമിനേറ്ററിൽ 3 അങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്റർ 3 കെ ബി ടി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ. എം വി സ്ക്വയറിൻ്റെ വാല്യൂ 3 കെ ബി ടി, ഹാഫ് എം വി സ്ക്വയർ അല്ലേ കൈനറ്റിക് എനർജി. അപ്പോൾ 2 ഭാഗത്തും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി, അപ്പുറത്ത് ഹാഫ് ഇൻറ്റു 3 കെ ബി ടി. ഹാഫ് ഇൻറ്റു 3 കെ ബി ടി പറഞ്ഞാൽ 3/2 കെ ബി ടി. 3-4 വരിയിൽ ഈ കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ നമ്മൾ പൂർത്തിയാക്കി. 2 മാർക്കിൻ്റെ ഡെറിവേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഷോ ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അങ്ങനെ ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഈ രീതിയിലുള്ള സ്റ്റെപ്സ് എഴുതിക്കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. 2 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ മേടിക്കാൻ സാധിക്കും. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഗ്യാസ് മോളിക്യൂൾ റാൻഡം മോഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്നവരുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. അത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ് നമ്മൾ വിളിക്കുക, RMS എന്ന് ഷോർട്ടാക്കി പറയും. എങ്ങനെ ഗ്യാസ് മോളിക്യൂളുകളുടെ വെലോസിറ്റി? ഇതിൽ നിന്ന് ഈ വി സ്ക്വയർ അവിടെ നിർത്തി എം ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ആ സ്ക്വയർ റൂട്ടാക്കി മാറ്റുക. സ്റ്റെപ്സ് എന്തോ ആവട്ടെ, വെലോസിറ്റിയുടെ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കണം. √3 kBT/m, ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ √3 RT/m0. ഇവിടെ KB ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, R എന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്, എം എന്ന് പറയുമ്പോൾ സ്മോൾ എം ഒരു മോളിക്യൂളിൻ്റെ മാസാണ്, M0 എന്നത് ഒരു മോൾ ഗ്യാസിൻ്റെ മാസാണ്. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും മോളാർ മാസും തന്നാൽ ഈ ഫോർമുല വെച്ച് വെലോസിറ്റി കാണണം. പ്രോബ്ലം സ്ഥിരം ചോദിക്കാറുണ്ട്.
അതേപോലെ ഈ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റും മോളിക്യൂളിൻ്റെ മാസും തന്നാൽ ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാം. ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ട്. അതേപോലെ മാസ് കുറഞ്ഞ ഗ്യാസിനായിരിക്കും ഭയങ്കര വെലോസിറ്റി. ഒരു കണ്ടെയ്നറിൽ ഓക്സിജനും ഹൈഡ്രജനും എടുത്തു, ആരാണ് ഫാസ്റ്റായി മൂവ് ചെയ്യുക? മാസ് കുറവ് ഹൈഡ്രജൻ അല്ലേ, അപ്പോൾ ഹൈഡ്രജൻ ഫാസ്റ്റായി മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് സ്ഥിരം വരാറുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? നോക്കട്ടെ, അടുത്തത് ഒരു ഡെഫിനിഷനും ഒരു ഫോർമുലയും മാത്രം പഠിക്കാനുള്ള ടോപ്പിക്കാണ് മീൻ ഫ്രീ പാത്ത്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ? ഗ്യാസ് മോളിക്യൂളുകൾ റാൻഡം മോഷൻ നടത്തുമ്പോൾ ഒരു മോളിക്യൂൾ അടുത്ത ആൾ പോയി ഇടിക്കും, എന്നിട്ട് അവിടുന്ന് തെറിച്ച് വീണ്ടും അടുത്ത ആൾ ഇടിക്കും. ഇങ്ങനെ ഇടിച്ചിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഗ്യാസ് മോളിക്യൂളുകൾ അവർ അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾക്കിടക്ക് ഒരാളെ പോയി ഇടിച്ച് അത് കഴിഞ്ഞ് അടുത്ത ആൾ, ഈ രണ്ട് കൊളീഷനുകൾക്കിടക്ക് ഗ്യാസ് മോളിക്യൂൾ സഞ്ചരിക്കുന്ന സ്ട്രെയിറ്റ് പാത്തിനെയാണ് ഫ്രീ പാത്ത് എന്ന് പറയാം. ഓക്കെ, ആ കൊളീഷനുകൾക്കിടക്ക് സഞ്ചരിക്കുന്ന പാത്ത്, ഈ ഫ്രീ പാത്തിൻ്റെ ആവറേജ്, അതാണ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, ഡെഫിനിഷൻ നോക്കണം. ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഗ്യാസ് മോളിക്യൂൾ ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. രണ്ട് അടുത്തടുത്ത കൊളീഷനുകൾക്കിടക്ക് മോളിക്യൂൾ സഞ്ചരിക്കുന്ന ആ പാത്തിൻ്റെ ആവറേജ് വാല്യൂ ആണ് മീൻ ഫ്രീ പാത്ത്. ഡെറിവേഷൻ വേണ്ടട, ഫോർമുല ബൈ ഹാർട്ടാക്കുക. എൽ ബാർ എന്നാണ് മീൻ ഫ്രീ പാത്തിനെ സൂചിപ്പിക്കുന്നത്. 1 ഇത് എൽ എന്നല്ല 1 ആണ്, 1/√2 n πd². 1/√2 n πd². n എന്താ? നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾ, നേരത്തെ പറഞ്ഞതിന്. ഡി എന്നത് ഗ്യാസ് മോളിക്യൂളുകളുടെ സൈസ്, ഡയാമീറ്റർ ആണ്. അപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂളും അതേപോലെ ഡയാമീറ്റർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ. നമ്പർ ഡെൻസിറ്റി, നമ്പർ ബൈ വോള്യൂം. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് മീൻ ഫ്രീ പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തിൻ്റെ അളവ്. ആർക്കുള്ള ഫ്രീഡം? എന്തിനുള്ള ഫ്രീഡം? ഗ്യാസ് മോളിക്യൂളുകൾക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം. ഗ്യാസ് മോളിക്യൂളുകൾക്ക് എത്ര തരത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും, ആ ഒരു രീതികളുടെ എണ്ണം. മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂളുകൾക്ക് മോഷൻ വഴി എനർജി കിട്ടും. അപ്പോൾ ഗ്യാസ് മോളിക്യൂളുകൾക്ക് എത്ര തരത്തിൽ എനർജി അക്വയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു എണ്ണമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ്, വ്യത്യസ്ത മാർഗങ്ങളുടെ എണ്ണം, ബൈ വിച്ച് എ മോളിക്യൂൾ അക്വയേഴ്സ് എനർജി. മോളിക്യൂൾ എനർജി അക്വയർ ചെയ്യുന്ന വ്യത്യസ്ത മാർഗങ്ങൾ, അല്ലെങ്കിൽ ബൈ വിച്ച് മോളിക്യൂൾ ക്യാൻ മൂവ്, ഒരു മോളിക്യൂളിന് മൂവ് ചെയ്യാൻ സാധിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങൾ, അതിൻ്റെ എണ്ണത്തെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. മോളിക്യൂളുകൾക്ക്, ഗ്യാസ് മോളിക്യൂളുകൾക്ക് 3 തരം മോഷനാണ്: ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, വൈബ്രേഷൻ. ഓക്കെ, ശ്രദ്ധിക്കണം, ട്രാൻസ്ലേഷൻ 3 തരത്തിലുണ്ടാകാം. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിലൊക്കെ ഉണ്ടാകാം. ഒരു തരം ട്രാൻസ്ലേഷൻ ഒരു മോളിക്യൂൾ കാണിച്ചാൽ അയാൾക്ക് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയും. 1 ടൈപ്പ് ട്രാൻസ്ലേഷൻ പ്രൊവൈഡ്സ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. മാക്സിമം 3 തരം ട്രാൻസ്ലേഷൻ ഉണ്ടാവും, എക്സിലും വൈയിലും സെഡിലും. ഇനി ഒരു തരം റൊട്ടേഷൻ കാണിക്കുന്നുവെങ്കിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. 3 തരത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുക. എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യും, വൈ ആക്സിസിനെ ബേസ് ചെയ്തും സെഡ് ആക്സിനെ ബേസ് ചെയ്തു. ഒരു തരം റൊട്ടേഷൻ കാണിക്കുന്നുവെങ്കിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു തരം ട്രാൻസ്ലേഷൻ കാണിക്കുമ്പോൾ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്നാൽ ഒരു തരം വൈബ്രേഷൻ കാണിക്കുകയാണെങ്കിൽ, നോക്കണം, വൈബ്രേറ്റ് ചെയ്യുന്നവർക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും. അപ്പോൾ ഒരു തരം മോഷൻ, 2 തരം എനർജി. അതുകൊണ്ട് ഒരു തരം വൈബ്രേഷൻ കാണിച്ചാൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയണം. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള ഈ ഒരൊറ്റ ടോപ്പിക്ക് എന്ന് മാത്രമേ എക്സാമിന് ചോദ്യങ്ങൾ പൊതുവെ വരാറില്ല. പക്ഷേ അടുത്ത ടോപ്പിക്ക് പ്രധാനപ്പെട്ടതാണ്, ലാസ്റ്റ് ടോപ്പിക്ക്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കണക്ക് കിട്ടണം. അപ്പോൾ ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കണക്കൊന്ന് പഠിച്ചു നോക്കാം. ഗ്യാസ് മോളിക്യൂളുകളെ ഞാൻ 4 തരംതിരിക്കുക. മോണോ അറ്റോമിക്, ഓരോരോ ആറ്റങ്ങളായി കാണപ്പെടുക. ഹീലിയം, നിയോൺ, ആർഗൺ, ഇവരൊക്കെ സിംഗിളായിട്ടല്ലേ കാണും. 2 ഹീലിയം ആറ്റങ്ങൾ കൂടി ചേർന്ന് He2 എന്ന് നമ്മൾ എഴുതാറുണ്ടോ? ഇല്ല. അപ്പോൾ അവരാണ് മോണോ അറ്റോമിക്. ഡയറ്റോമിക് ഗ്യാസ് H2O2 N2 പോലുള്ളവർ. അതേപോലെ 2ലധികം ആറ്റങ്ങളുള്ള പോളി അറ്റോമിക് ഗ്യാസ്. ശ്രദ്ധിക്കണം, മോണോ അറ്റോമിക് ഗ്യാസുകൾക്ക് 3 തരം ട്രാൻസ്ലേഷനേ ഉള്ളൂ. ഒരു ട്രാൻസ്ലേഷൻ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? അപ്പോൾ 3 ട്രാൻസ്ലേഷൻ ആകുമ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എക്സാമിന് ചോദിക്കും, ഹീലിയത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം വരും. അപ്പോൾ ഹീലിയം മോണോ അറ്റോമിക്, ആർഗൺ മോണോ അറ്റോമിക്, ഇതിലൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3. ആ 3 എന്നുള്ള നമ്പർ ബൈ ഹാർട്ട് ആക്കണം. എങ്ങനെ വന്നു? 3 ട്രാൻസ്ലേഷനേ ഉള്ളൂ, റൊട്ടേഷനും ഇല്ല, വൈബ്രേഷനും ഇല്ല. എന്നാൽ ഡയറ്റോമിക്കുകൾ 2 ടൈപ്പാണ്. ഡയറ്റോമിക്കുകൾ ചിലർക്ക് 3 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനും, അപ്പോൾ 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്നാൽ വേറെ ചിലർക്ക് 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷൻ, 1 വൈബ്രേഷൻ, അപ്പോൾ 3ഉം 2ഉം 5. 1 വൈബ്രേഷൻ ആണെങ്കിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? അപ്പോൾ 3ഉം 2ഉം 5ഉം 2ഉം 7. ഓക്കെ, ഇവിടെ വൈബ്രേഷൻ ഉള്ളവരും ഇല്ലാത്തവരും. ഡയറ്റോമിക് 2 രീതി, വൈബ്രേഷൻ ഉള്ള സമയവും ഇല്ലാത്തതും. വൈബ്രേഷൻ ഇല്ലാത്തപ്പോൾ അവരെ നമ്മൾ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയും. റിജിഡ് വൈബ്രേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നോൺ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയും. ഒന്ന് റിജിഡ് റൊട്ടേറ്റർ, മറ്റൊന്ന് നോൺ റിജിഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, റിജിഡ് റൊട്ടേറ്റർ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നോൺ റിജിഡ് 7.
പോളി അറ്റോമിക് ആണെങ്കിൽ 3 ട്രാൻസ്ലേഷൻ ഉണ്ടാവും, 3 റൊട്ടേഷനും ഉണ്ടാവും. അപ്പോൾ 3 3 6 പലതരം വൈബ്രേഷൻ ഉണ്ടാവും. എഫ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ എഫ് വൈബ്രേഷനോ എഫിൻ്റെ ഡബിൾ 2F. അപ്പോൾ ഇവിടെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 3 6, പിന്നെ 2F, 6 + 2F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കണക്കൊന്ന്, ഈ നമ്പർ ഒന്ന് ബൈ ഹാർട്ട് ആക്കട. മോണോ അറ്റോമിക് 3, ഡയറ്റോമിക് റിജിഡ് വൈബ്രേഷൻ ഇല്ലാത്തപ്പോൾ 5, വൈബ്രേഷൻ ഉള്ളപ്പോൾ 7, പോളി അറ്റോമിക് 6 + 2F. എഫ് എന്ന് പറഞ്ഞാൽ എത്ര തരം വൈബ്രേഷൻ ഉണ്ട് എന്നതാണ് എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള ടോപ്പിക് ഇതോടെ അവസാനിക്കുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ടോപ്പിക്കിലേക്ക് വരിക, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്, എക്സാമിന് ഷോർട്ട് നോട്ട് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? നോക്കണം, ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു ഗ്യാസ് എടുത്തു എന്ന് കരുതും. കുറേ ഗ്യാസ് മോളിക്യൂൾസ് അതിനകത്തുണ്ടാവും. ആ മോളിക്യൂളുകൾ എല്ലാവരും മോഷനില്ല. അപ്പോൾ എല്ലാ മോളിക്യൂളുകൾക്കും എനർജി ഉണ്ടാവും. അപ്പോൾ ആ സിസ്റ്റത്തിലെ ഗ്യാസ് മോളിക്യൂളുകൾക്ക് മൊത്തത്തിൽ എനർജി ഉണ്ടാവും. ആ സിസ്റ്റത്തിലെ ഗ്യാസ് മോളിക്യൂളുകളുടെ എല്ലാം ടോട്ടൽ എനർജി, നമ്മൾ തെർമോഡൈനാമിക്സിൽ അതിനെ ഇൻറ്റേർണൽ എനർജി എന്നൊക്കെ പറയാറുണ്ട്. ആ ടോട്ടൽ എനർജിയാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷനിൽ പറയുന്നത്. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം, അതാണ് യു. ഇന്റേണൽ എനർജിയെ യു എന്ന് എഴുതാറുണ്ട്. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം അത് N × ½ kBT ആയിരിക്കും. KB ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, N എന്താ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സിമ്പിളായി എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഫോർമുല എഴുതിയിട്ട് യു എന്താ N എന്താന്ന് എഴുതിയാലും മാർക്ക് സ്കോർ ചെയ്യുക. എന്താ യു? ഫോർമുല ബൈ ഹാർട്ട് ആക്കട്ടെ. U = N × ½ kBT. യു ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം, N നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇത്ര മതി. ഇനി അല്ല നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൃത്തിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പഠിക്കുക. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വലായി വീതിച്ചു കൊടുത്തതുപോലെയാണ് ടോട്ടൽ എനർജി കാണപ്പെടുക. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ½ kBT. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ അയാളുടെ എനർജി ½ kBT. അപ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 2 × ½ kBT, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 × ½ kBT, 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 × ½ kBT, N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N × ½ kBT. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ വഴി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, മാത്തമാറ്റിക്കൽ ഫോം എഴുതിയിട്ട് യു എന്താ N എന്താ എന്ന് എഴുതിയാലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കണക്ക് അല്ലെങ്കിൽ ആ നമ്പർ അറിയാമെങ്കിൽ അത് വെച്ച് CP യും CV യും ഗാമയും കണ്ടെത്താം. ഓർമ്മയുണ്ട്, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തെർമോഡൈനാമിക്സിൽ പഠിച്ചു. ഓക്കെ, ഗ്യാസുകൾക്ക് 2 തരം C ഉണ്ട്, CP യും CV യും ഉണ്ട്. നിങ്ങൾക്ക് N-ൻ്റെ വാല്യൂ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കണക്കറിയാമെങ്കിൽ CV കാണാൻ N/2 R ചെയ്താൽ മതി. N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, R ഗ്യാസ് കോൺസ്റ്റന്റ്. എന്നാൽ CP കാണുമ്പോഴോ N-ൻ്റെ കൂടെ 2 ആഡ് ചെയ്യാം, ന്യൂമറേറ്റർ N+2/2R. അപ്പോൾ ഗാമ കാണുമ്പോഴോ ഗാമ CP/CV. അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ N+2 / ഇവിടുത്തെ ന്യൂമറേറ്റർ N. നിങ്ങൾക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കണക്കറിയാമെങ്കിൽ അത് വെച്ച് CP കാണാം, CV കാണാം, ഗാമ കാണാം. എക്സാമിന് ചോദിക്കാറുണ്ട്, വെറും CP CV മാത്രം ചോദിക്കാറുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആകട്ടെ നമ്മൾ നേരത്തെ പഠിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ 3 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യം, അതേപോലെ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദ്യം വരാറുള്ള അവസാനത്തെ ഭാഗമാണിത്. ഗ്യാസുകളുടെ ഗാമയുടെ വാല്യൂ കണ്ടെത്തുന്ന രീതി. ഗാമ ഓഫ് ഗ്യാസസ്, ഗാമ = CP/CV. ഗാമ കാണുന്നതിൻ്റെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ ഞാൻ കൊടുത്തിരിക്കാം. 4 ടൈപ്പ് ഗ്യാസുകൾ ഏതൊക്കെയാണ്? മോണോ അറ്റോമിക്, ഡയറ്റോമിക്, റിജിഡ്, നോൺ റിജിഡ്, പോളി അറ്റോമിക്. സിമ്പിളായി പഠിക്കാം. ഞാൻ ഒന്നാമത്തെ മോണോ അറ്റോമിക്കിൻ്റെ മാത്രം ഒന്ന് പറയും, എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മോണോ അറ്റോമിക്കിന്? 3 അല്ലേ? അപ്പോൾ എനർജി 3 × ½ kBT അല്ലേ? N ആണെങ്കിൽ N × ½ kBT. അപ്പോൾ 3 ആകുമ്പോൾ 3 × ½ പറഞ്ഞാൽ 3/2. അപ്പോൾ എനർജി 3/2 kBT. അത് ഒരാളുടെ എനർജിയാണ്. ഒരു മോൾ ഗ്യാസിൻ്റെ എനർജി കാണുമ്പോൾ ഈ ഒരാളുടെ എനർജിയെ അവോഗാഡ്രോ നമ്പർ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്തോ ആവട്ടെ, ഞാൻ എളുപ്പവഴി പറയാം. ഒരു മോൾ ഗ്യാസിൻ്റെ എനർജി കാണുമ്പോൾ ഈ KB എന്നുള്ളത് മാറ്റി അവിടെ R എന്നങ്ങ് കൊടുത്താൽ മതി. ഒരു മോൾ ഗ്യാസിൻ്റെ എനർജി കാണുമ്പോൾ അപ്പോൾ ഒരാളുടെ എനർജി 3/2 kBT, ഒരു മോൾ ഗ്യാസ് ആകുമ്പോൾ 3/2 RT. ഓക്കെ, ഇനി അതിൽ നിന്ന് CV കാണാം. CV യും CP യും കാണാൻ നേരത്തെ പഠിച്ചു. ഇതിൽ നിന്നാണ് ശരിക്കും നമ്മൾ CV കണ്ടെത്തുന്നത്. പക്ഷേ CV കാണാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിനകത്തു നിന്ന് ഈ T അങ്ങ് ഒഴിവാക്കിയാൽ CV ആയി 3/2 R. ഇനി ഈ 3 എന്ന നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 3 + 2 5, അപ്പോൾ 5/2 R. ഓക്കെ, ഇനി ഈ ന്യൂമറേറ്റർ ബൈ ഈ ന്യൂമറേറ്റർ 5/3 ഗാമ. തീർന്നോടാ. അപ്പോൾ എങ്ങനെ പറ? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 3/2 kBT, 3/2 RT, CV 3/2 R. ആദ്യം CV ആണേ മറക്കരുത്. CV 3/2 R, CP 5/2 R, ഗാമ 5/3. ഇതേപോലെ ബാക്കി നോക്കണം. ഡയറ്റോമിക് റിജിഡ് ആകുമ്പോൾ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 5/2 kBT, KBയുടെ പ്ലേസിൽ 6 വരിക. ഇതിലെ T ഒഴിവാക്കിയ CV ആയി. ഈ 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത 7 ആയി. ഈ ന്യൂമറേറ്റർ ബൈ ഈ ന്യൂമറേറ്റർ 7/5 ഗാമ. നോൺ റിജിഡ് ആകുമ്പോൾ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 7/2 kBT, ഒരു മോൾ ഗ്യാസ് ആകുമ്പോൾ 7/2 RT, T ഒഴിവാക്കിയ CV C/2 R, 7ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത 9, 9/2 R, ഗാമ 9/7.
പോളിയറ്റോമിക് ഒന്ന് ശ്രദ്ധിക്കണം. 6+2f ഡിഗ്രീസ് ഓഫ്, ഇന്നേ വരെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടേ ഇല്ല. 6+2f ഡിഗ്രീസ് ഓഫ് ഉണ്ട്. അപ്പോൾ എനർജി കാണുമ്പോൾ ബൈ 2 ചെയ്യുമ്പോൾ 6/2 3 ആവും, 2f/2 f ആവും, 3+f kBt. അതിന് ഒരു മോൾ ആകുമ്പോൾ kB മാറ്റിയിട്ട് 6, 3+f RT എന്ന് വരും. CV 3+FR. CP കാണുമ്പോൾ 4+FR ആണെന്ന് മനസ്സിലാക്കാം. 3+FR 4+F. അപ്പോൾ ഗാമ 4CP/CV 4+F/3+F. F എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻ, ടൈപ്സ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ, 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്, മുഴുവൻ മാർക്കും നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കണം. മുഴുവൻ ടോപ്പിക്കുകളും വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.